കൂട്ടുകാരെ, നയനം ഭാഗം 46 സ്വാഗതം. പള്ളിയിലെ നിശബ്ദതയിൽ ഈശോയുടെ രൂപത്തിനു മുന്നിൽ അവൾ മുട്ടുകുത്തി നിന്നു. മനമുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വിറക്കുന്ന വിരലുകളാൽ നെറ്റിയിലും തോളിലും കുരിശടയാളം വരച്ച് കൈകൾ ചുംബിച്ചവൾ പതുക്കെ എഴുന്നേറ്റു. നയന, ജേക്കബച്ചൻ്റെ വിളി കേട്ട് അവൾ പിന്തിരിഞ്ഞു നോക്കി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നയന പുഞ്ചിരിയോടെ അച്ഛൻ്റെ നേർക്ക് നടന്നു. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കോശിക്കിപ്പോൾ എങ്ങനെയുണ്ട്? അച്ഛൻ്റെ ആകുലത നിറഞ്ഞ ചോദ്യം. ഭേദമുണ്ട്, അടുത്താഴ്ച ഡോക്ടറെ കാണിക്കാനുള്ളതാ, അച്ഛനെ നോക്കി അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. വിവരറിഞ്ഞു ഞാൻ അവിടെ വന്നിരുന്നു. അപ്പോഴേ അറിഞ്ഞത് നിങ്ങൾ അവിടെ നിന്ന് താമസം മാറിയെന്ന്. ആ വീട് ഇനി താമസയോഗ്യമല്ലല്ലോ അച്ഛാ. അതുകൊണ്ട് കോളനി വളവിലെ ഒരു വാടക വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി. മിഴികൾ ഉയർത്തി അവൾ അച്ഛനെ നോക്കി പറഞ്ഞു. അത് അമ്മച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ തോമസിനെ കണ്ടു. അന്നേരം ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞു. തോമസ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നിർത്തിയപ്പോൾ നയന ഭീതിയോടെ ശ്വാസം വിലങ്ങി നിന്നു. നയനയും ഒരു ചെറുപ്പക്കാരനും തമ്മിൽ ബാംഗ്ലൂരിൽ വെച്ച് കണ്ടുമുട്ടി ഇഷ്ടത്തിലായെന്ന്. ആ ചെറുപ്പക്കാരനാണ് നിങ്ങളെ ആ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയതും പിന്നെ ആ വീടെടുത്തു തന്നതും എന്നൊക്കെ. ആ കേട്ടതൊക്കെ സത്യമാണോ നയന? അച്ഛൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചു നിന്നവൾ ആ ചോദ്യം കേട്ടൊന്ന് പതറി. അച്ഛൻ്റെ ആ ചോദ്യത്തിൽ ദേഷ്യം കലർന്നിട്ടുണ്ടോ? പറയൂ നയന. അച്ഛൻ്റെ വാക്കുകൾ പതുങ്ങി തുടങ്ങി. നേരാണെന്ന് പറയുന്ന പോലെ അവൾ ശിരസ് രണ്ടു ഭാഗത്തേക്കും വെട്ടിച്ചു. ഇനിയും അവിടെ നിന്നാൽ ആ വൈദികൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയേണ്ടി വരുമെന്ന പേടിയിൽ അവളെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അച്ഛൻ വരെ കാര്യങ്ങൾ അറിഞ്ഞു. അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അർജുൻ ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ. അർജുൻ തന്നെ വഞ്ചിച്ചുവോ? ഉപേക്ഷിച്ചു പോയോ? എല്ലാവരുടെ മുമ്പിൽ താൻ വിധിയായി പോകുമോ? വിളിച്ചു മനസ്സ് മടുത്തിട്ടുണ്ടെങ്കിലും ഒരു ചെറു പ്രതീക്ഷയോടെ നയന അർജുനെ വിളിച്ചു. റിംഗ് ഉണ്ടെന്ന് കേട്ടതും അവൾ ശ്വാസം പോലും വിടാതെ ശ്രദ്ധിച്ചു നിന്നു. അർജുൻ ഫോണിൽ വന്ന കോൾ നോക്കുന്നേരം ഒരലർച്ച കേട്ട ഭാഗത്തേക്ക് അവൻ ഫോൺ ഓഫ് ചെയ്ത പാടെ വേഗം നടന്നു. ഷോണും ഹരിയും ചേർന്ന് വണ്ണവും ഉയരവുമുള്ള ഒരുത്തനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ചുറ്റും 3-4 പോലീസുകാർ നിൽപ്പുണ്ട്. അർജുൻ ആ വലിയ ഇരുട്ടുമുറിയിൽ വന്ന് നോക്കുമ്പോൾ ഒരാളുടെ കയ്യിലെ ലാത്തി കൊണ്ട് കിട്ടിയ അടിയുടെ വേദനയിൽ പുളയുന്നുണ്ട് അയാൾ. മുകളിൽ ഒരു മഞ്ഞ ബൾബിൻ്റെ വെളിച്ചം മാത്രമുണ്ട്. അർജുൻ ആ തൂങ്ങിക്കിടക്കുന്നവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു. തൻ്റെ ജീവൻ എടുക്കാൻ കാലന്മാർ അയച്ചവൻ സോളമൻ. അർജുനും ഹരിയും ഷോണും അർജുന് ആക്സിഡൻറ്റ് പറ്റിയ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് സോളമനെ ചെക്ക് പോസ്റ്റിൽ നിന്നും പിടികൂടിയ വിവരം ഷോണിന് കിട്ടുന്നത്. ഉടനെ ഷോണിൻ്റെ പോലീസ് സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കേട്ടോ അർജുനെ, ചാവുമെന്ന് ഉറപ്പായിട്ടും ഇവനെ പണിയേൽപ്പിച്ചവൻ്റെ പേര് ഇവൻ പറയുന്നില്ല. നായയേക്കാൾ നന്ദിയുള്ള ഇരുകാലി മൃഗമാണിവൻ. സത്യം പറയട്ടെ അർജുന, എനിക്കിവനെ കൊല്ലാൻ തോന്നുന്നില്ല. ഹരി സങ്കടം ഭാവിച്ച് പറയുമ്പോഴും സോളമൻ്റെ മുഖത്തടിക്കുന്നുണ്ട്. പറയടോ, ആരാ തന്നെ ഈ ജോലി ഏൽപ്പിച്ചത്? പറയടോ, ഏതവൻ പറഞ്ഞിട്ടാ താൻ എന്നെ തീർക്കാൻ വന്നത്? അർജുൻ അമർഷത്തോടെ ഒച്ചയിട്ടു. സാറേ, പ്രതിയെക്കൊണ്ട് തത്ത പറയും പോലെ പറയിപ്പിക്കാൻ ഈ പ്രയോഗം നല്ലതാ. ഷോൺ ചുട്ടുപഴുപ്പിച്ചൊരു ലോഹക്കോൽ കൊണ്ടുവന്നു. അത് തൂങ്ങിയാടുന്ന സോളമൻ്റെ നേർക്ക് പിടിച്ചു. സോളമൻ ആ കാഴ്ച കണ്ടു വിറച്ചു. ഇത് നമുക്കിവൻ്റെ വായിലൂടെ താഴേക്കിറക്കാം. അത് വേണ്ട, ഇവൻ്റെ ആസനം വഴി ഇറക്കാം. ഹരി അതിനെ എതിർക്കും പോലെ പറഞ്ഞു. വേണ്ട സാറേ, വായിലൂടെ ഇറക്കാം. ഷോൺ ആ ലോഹക്കോലിൻ്റെ അറ്റത്ത് മുറുകെ പിടിച്ചു. ഷോണിൻ്റെ മുഖത്തെ ഉത്സാഹച്ചിരി കണ്ട് സോളമൻ വിറച്ചു. വാ തുറക്കടാ, അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ മതിയോ? അയാളുടെ കണ്ണുകൾ തിളങ്ങി. ഞാൻ പറയാം. സോളമൻ ആർത്തു നിലവിളിച്ചപ്പോൾ ഹരിയും ഷോണും അസ്വസ്ഥതയോടെ നിൽക്കുന്ന അർജുനെ നോക്കി.
അവൻ്റെ ചൊടിയിലും ഒരു പുഞ്ചിരി വിടർന്നു. സോളമനെ എല്ലാവരും ചേർന്ന് താഴെ ഇറക്കി. അയാൾക്ക് കൊടുത്ത ബോട്ടിലിലെ വെള്ളം ഒറ്റയടിക്ക് വായിലൊഴിച്ച് കുടിച്ചു. ഹരി ക്ഷമകെട്ട് നെറ്റിച്ചുളിച്ചു നിന്നു. അർജുൻ അറിയാം ഇതിൻ്റെ പിറകിൽ ആരാണെന്ന്. എന്നാലും കൊത്തിയവനെ കൊണ്ട് തന്നെ അത് പറയിപ്പിച്ചടങ്ങും. മതി, ഇനി പറ, ഏതവനാ അർജുൻ്റെ പതനം കാണേണ്ടത്? ഹരി ആ വെള്ള ബോട്ടിലിൽ പിടിച്ചു വാങ്ങി. പറയടാ. ഇനിയും അന്തം വിട്ട് നിന്ന് പറയാതെ അവരെ ക്ഷമയെ പരീക്ഷിക്കുന്നവൻ്റെ കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു. മത്തായി, മത്തായി പറഞ്ഞിട്ടാ ഞാൻ. സോളമൻ ആ പേര് പറഞ്ഞതും ഹരിയും ഷോണും അർജുനെ നോക്കി. മൂവരും ആ പേര് പ്രതീക്ഷിച്ചതാണ്. നമ്മളിവനെ പൊക്കിയ ഉടനെ അവന്മാരെ തപ്പിയതാണ്. പക്ഷെ രണ്ടാളും അവരുടെ ഫ്ലാറ്റിലോ വീട്ടിലോ ഇല്ല. സോളമനെ പൊക്കിയ കാര്യം എങ്ങാനും അറിഞ്ഞാൽ അവന്മാർ ഈ രാജ്യം തന്നെ വിട്ടേക്കും. ഉടനെ അവരെ പിടികൂടണം. ഹരി സോളമൻ്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അയാൾ അവശതയോടെ തലയാടി താഴ്ത്തിരിപ്പാണ്. വായിൽ നിന്നു നീരൊലിക്കുന്നുണ്ട്. അതിനെന്തിനാ സാറേ ടെൻഷൻ? നമ്മളെ സഹായിക്കാൻ ഈ മുത്തുണ്ടല്ലോ. ടെൻഷൻ താഗോ ബേടി. അടികൊണ്ട് ചുവന്ന് കല്ലിച്ച സോളമൻ്റെ കവിളിൽ ഷോൺ നുള്ളി. വിളിക്കടാ ആ നാറിയെ. എന്നിട്ട് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് നീ അവനോട് വരാൻ പറ. അവൻ വഴി നമുക്ക് മറ്റവനെ പൂട്ടാം. നീ കസ്റ്റഡിയിലാണെന്നുള്ള എന്തെങ്കിലും സൂചന ഇവിടെ നിന്ന് കൊടുത്താൽ പിന്നെ നീ വെളിച്ചം കാണില്ല. പിന്നെയുള്ള കാലം നിനക്ക് ഇരുട്ടാണ്. ശവപ്പെട്ടിയുടെ അകത്തെ ഇരുട്ട്. ഹരി സോളമൻ്റെ നേരെ അയാളുടെ ഫോൺ നീട്ടി. സോളമൻ അത് വാങ്ങാൻ വിസമ്മതിച്ചതുപോലെ ഇരുന്നതും ഷോൺ പിറകിൽ നിന്നൊരു ചവിട്ട് ചവിട്ടി. അയാൾ മുഖം പൊത്തി തറയിൽ വീണു. അവൻ്റെ പേര് നീ പറഞ്ഞു കഴിഞ്ഞു. ഇനി അവനെ ഇങ്ങോട്ട് വരുത്തിക്കാൻ നിനക്കെന്താടാ ഇത്ര ദുഃഖം? അവനാരാ, നിന്റെ പെങ്ങളെ കെട്ടി അളിയനോ? ഷോൺ ആ വീണ് കിടക്കുന്നവൻ്റെ ചുറ്റും നടന്നു. സോളമൻ ആ തറയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. മത്തായി എന്നെഴുതിയ നമ്പറിലേക്ക് കോൾ ചെയ്ത് ഹരി ആ ഫോൺ സ്പീക്കറിലിട്ട് സോളമന് കൊടുത്തു. കേട്ടോ, ഈ നാറിയെ പിടിച്ചു കൊടുത്താൽ ഒരു പ്രൊമോഷൻ ഉറപ്പാ. പക്ഷെ എനിക്കത് വേണ്ട. നിന്നെ രക്ഷിച്ചാൽ മതി എനിക്ക്. ഹരി ആരും കേൾക്കാതെ അർജുൻ്റെ കാതിൽ പറഞ്ഞു. അപ്പോഴേക്കും മത്തായി ഫോൺ എടുത്തിരുന്നു. ഷോൺ അവർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാൻ തയ്യാറായി നിന്നു. സാറേ. സോളമൻ ഭീതിയോടെ വിളിച്ചെങ്കിലും നോട്ടം ഷോണിൻ്റെ മുഖത്തേക്കായിരുന്നു. എടാ സോളമാ, നീ ഇതെവിടെയാടാ? നിന്നെ പോലീസ് പിടിച്ചെന്ന് കേട്ടല്ലോ. മത്തായി വിറച്ചുകൊണ്ട് ചോദിച്ചു. കേട്ടത് നുണയാ സാറേ. പോലീസ് പിടിക്കാൻ ചെക്ക് പോസ്റ്റിൽ കൈ കാണിച്ചപ്പോഴേക്കും ഞാൻ ഇറങ്ങി ഓടി. ഉള്ളതാണോടാ? ഷോൺ പറഞ്ഞു കൊടുത്തതുപോലെ സോളമൻ പറയുന്നത് കേട്ട് മത്തായി ചോദിച്ചു. പക്ഷേ ഇനിയും അധികം നേരം പോലീസിൻ്റെ കണ്ണു വെടിച്ച് എനിക്കിവിടെ ഒളിക്കാൻ പറ്റില്ല. സാറിനെ രക്ഷിക്കണം. സോളമൻ മത്തായിക്കുള്ള വല വിരിച്ചിട്ടു. താൻ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം, എങ്ങും പോയേക്കരുത് എന്നൊരു താക്കീതോടെ മത്തായി ഫോൺ വെച്ചു. അതിലും വലിയൊരു കെണി മത്തായി ഇങ്ങോട്ടും വിരിച്ചിട്ടു. അപ്പോൾ അവൻ വരുന്നുണ്ട് സോളമ, നിന്നെ കൊല്ലാനുള്ള മരുന്നുമായി. ഹരി അങ്ങനെ പറഞ്ഞതും ആദ്യം ഞെട്ടലോടെ ഹരിയെ നോക്കിയത് അർജുനാണ്. അല്ലാതെ പിന്നെ അർജുനെ കൊല്ലാൻ ആളെ വിട്ടത് മത്തായി ആണെന്ന് എല്ലാവരും അറിഞ്ഞാൽ, അർജുൻ അറിഞ്ഞാൽ? മത്തായിയെ തനിക്ക് ശരിക്കും അറിയില്ല അർജുൻ. ഒരു വിഷസർപ്പത്തിൻ്റെ സംരക്ഷണയിലായിരുന്നു നിന്റെ അറോഷ്. ഹരി ഇരുപുരികവും ഉയർത്തി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. മത്തായിക്ക് ലൊക്കേഷൻ കൊടുത്ത കുറ്റിക്കാട്ടിലേക്ക് 4 പേരും നടന്നു. കുറച്ചകലെയായി പോലീസ് സന്നാഹവുമുണ്ട്. പാതി പൊളിഞ്ഞ കോട്ടക്കുള്ളിൽ സോളമനെ നിർത്തി അർജുനും ഹരിയും ഷോണും പിന്തിരിഞ്ഞു നടന്നു. സാറേ, എനിക്ക് പേടിയാകുന്നു. ആ മത്തായി എന്നെ കൊല്ലും. സോളമൻ ആ പൊളിഞ്ഞു പാർപ്പ് മതിലിൽ ചാരി നിന്ന് എത്തി നോക്കിക്കൊണ്ട് കരഞ്ഞു. അറിയാടാ, പേടിക്കണ്ട. ഞങ്ങളുള്ളപ്പോൾ അവൻ നിന്റെ രോമത്തിൽ തൊടില്ല. പക്ഷേ അവൻ്റെയൊപ്പം കൂട്ടുനിന്ന് വിളവ് വല്ലതും ഇറക്കിയാ പിന്നെ നിന്നെ കൊല്ലുക ഞാനായിരിക്കും. ഹരി അവനെ നോക്കി ഉറക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും അർജുനും ഷോണും ഒരു കുറ്റിക്കാട്ടിൽ ഒളിഞ്ഞിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും മത്തായിയുടെ വിവരം ഇല്ലാതായപ്പോൾ അവന് പ്ലാൻ മുൻപേ മനസ്സിലായോ എന്നൊരു ചിന്ത മൂവർക്കും വരാൻ തുടങ്ങി. പാളിയോടാ? അർജുൻ നിരാശയോടെ ഹരിയെ നോക്കി. അവിടെ എങ്ങും എത്തിയിട്ടില്ല സാർ. ഷോൺ കാടിൻ്റെ അതിർത്തിയിൽ നിർത്തിയ പോലീസുകാരെ വിളിച്ചു കാര്യം ചോദിച്ചു.
എന്നാൽ അവരുടെ മങ്ങിയ മുഖത്തിന് 100 വോൾട്ടിൻ്റെ വെളിച്ചം കൊടുത്തുകൊണ്ട് മത്തായിയുടെ കാർ ആ ഒഴിഞ്ഞ പ്രദേശത്തെത്തി. സോളമൻ പേടിയോടെ പുറത്തേക്കിറങ്ങി. മത്തായി കാറിൽ നിന്നിറങ്ങുന്ന കൂടെ മറുഭാഗത്തുനിന്ന് ഗൗതമും ഇറങ്ങി. 2 ചെന്നായ്ക്കളെയും ഒരു വലയിൽ തൂക്കാലോടോ. അർജുനെ പിന്തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു. അർജുൻ അങ്ങ് ദൂരെ മുന്നോട്ട് നടന്നു വരുന്ന സോളമനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഗൗതമനെയും മത്തായിയെയും നോക്കി. അവർ തൻ്റെ ഇരയെ അളന്നെടുക്കുകയാണ്. അത് സോളമനും അവരുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ തനിക്ക് രക്ഷാകവചമായി നിൽക്കുമെന്ന് ഉറപ്പു തന്ന പോലീസുകാരിലാണ് സോളമൻ്റെ ജീവൻ. സോളമാ, മത്തായി പോക്കറ്റ് പരതിയെ പോലെ കാണിച്ചപ്പോൾ സോളമൻ ഭയന്ന് അയാളുടെ കണ്ണുകൾ കുമിഞ്ഞുപോയി. പക്ഷെ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് പാക്ക് എടുത്ത് കണ്ടപ്പോൾ ആശ്വാസം മുഖത്ത് വന്നു. സോളമാ, നീ ഇവിടെ നിന്ന് പൊക്കോ. നിനക്ക് പറ്റിയിടത്തേക്ക് ഞങ്ങൾ എത്തിക്കാം. നീ അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് സമാധാനമാണ്. സിഗരറ്റ് കത്തിച്ചൊന്ന് ആഞ്ഞു വലിച്ചു പുക പുറത്തേക്ക് തള്ളിക്കൊണ്ട് പറയുമ്പോൾ മത്തായി ഗൗതമിനെ നോക്കി കണ്ണിറുക്കി. ഗൗതം അത് കണ്ടൊന്ന് ഊറിച്ചിരിച്ചു. അവരുടെ ആ കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യം എന്താണെന്ന് നോക്കും ഞൊടിയിൽ മത്തായി അവൻ്റെ കയ്യിൽ ഒളിപ്പിച്ച ഗൺ ഉയർത്തി. സോളമൻ്റെ കണ്ണുകളിൽ തീർത്തും മരണഭീതി പടർന്നു. രക്ഷിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നവരെ വരെ വിസ്മരിച്ചുപോയി. സോളമൻ ഓടാൻ തയ്യാറായി എടുത്തതും മത്തായി മുകളിലേക്ക് നിറവഹിച്ചു. അതേസമയം തന്നെ ദൂരെ കാറ്റിൽ നിന്നൊരു വെടിയൊച്ച കേട്ടതും മത്തായി വിറച്ചു. അയാൾ കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കി. ബോണറ്റിന് മുകളിലേക്ക് ചാഞ്ഞു നിന്ന ഗൗതമും ഭയന്നു പോയിരുന്നു. അവനും മത്തായിയെപ്പോലെ ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതി. കൈ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സോളമനും മിഴികൾ കൊണ്ട് പോലീസുകാരെ തിരഞ്ഞു. മത്തായിയെ, ദേ ഇങ്ങോട്ട്. അർജുൻ ഉറക്കെ വിളിച്ചതും മത്തായി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. മത്തായിക്ക് നേരെ ഗൺ ചൂണ്ടി നിൽക്കുന്ന ഹരിക്കും ഷോണിനും നടുവിലായി നടന്നുകൊണ്ട് അർജുൻ നടന്നു വന്നു. മത്തായി ആകെ വിറച്ചുരുകിപ്പോയി. ഗണ്ണിൻ്റെ ട്രിഗർ അമർത്താൻ കഴിയാതെ അയാൾ വിറച്ചു. അർജുൻ്റെ മുഖത്തേക്ക് അയാൾ ഗൺ ചൂണ്ടി. മത്തായിച്ചോ, അവിവേകം ഒന്നും കാണിക്കണ്ടടോ. ഇവിടെ ഉള്ളവരെ മൊത്തം കൊന്ന് താനും അവനും ഓടിയാലും അതിർത്തിയിൽ തന്നെ കാത്തു നിൽക്കുന്ന പോലീസിൻ്റെ വായിലേക്കാകും ചെന്ന് ചാടുക. ഹരി ഉറക്കെ പറഞ്ഞു. മത്തായിയുടെ കണ്ണുകളിൽ ഭ്രാന്തമായൊരു തിളക്കം പടർന്നിരുന്നു. കയ്യിലിരുന്ന ഗൺ അയാൾ ലക്ഷ്യമില്ലാതെ ഹരിക്കും അർജുനും നേരെ മാറി മാറി ചൂണ്ടി. അയാളുടെ വിറക്കുന്ന വിരലുകളും അമിതമായ വെപ്രാളവും കണ്ട് ദൂരെ നിന്ന് ഗൗതമിൻ്റെ ഉള്ളിലും ആദി പടർന്നു. മത്തായിയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. തലക്കുള്ളിൽ 1000 ചെണ്ടകൾ ഒരേ സമയം മുഴങ്ങുന്നതുപോലെ അയാൾക്ക് തോന്നി. പെട്ടെന്ന് ആ തോക്കിൻ മുന അർജുൻ്റെ നേർക്ക് സ്ഥിരമായി നിന്നു. മത്തായിയുടെ ശരിക്കുള്ള ലക്ഷ്യം അർജുനാണെന്ന് തിരിച്ചറിഞ്ഞ ഹരിയുടെ പേശികൾ വലിഞ്ഞു മുറുകി. അവൻ ഏത് നിമിഷവും ചാടി വീഴാൻ തയ്യാറായി അലേർട്ടായി നിന്നു. അർജുൻ്റെ നോട്ടം മത്തായിയുടെ ചുട്ടുപൊള്ളിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം പിതാവിനേക്കാൾ നീചനായ ഒരാളെയാണല്ലോ താൻ ഇത്രയും കാലം വിശ്വസിച്ചതെന്ന സത്യം അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇതിനിടയിൽ കാറിനപ്പുറത്ത് നിൽക്കുന്ന ഗൗതമിനെ അർജുനൊന്ന് നോക്കി. വഞ്ചനയുടെ ഭാരത്താൽ ഗൗതമിൻ്റെ തല താഴ്ന്നുപോയി. പെട്ടെന്നായിരുന്നു ആ പൊട്ടിത്തെറി. മത്തായി ട്രിഗർ അമർത്തി. വെടിവെച്ച അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന അതേ നിമിഷം തന്നെ ഹരി അർജുനെ സർവ്വശക്തിയുമെടുത്ത് വശത്തേക്ക് തള്ളി മാറ്റി. 2 പേരും പരുക്കൻ പുല്ലിലേക്ക് തെറിച്ചു വീണു. കല്ലിൽ ഉരഞ്ഞ ഇവരുടെ കൈത്തണ്ടകളിൽ നിന്ന് ചോര പൊടിഞ്ഞു. ലക്ഷ്യം പിഴച്ചതിൻ്റെ ക്രോധം മത്തായിയുടെ വട്ടക്കണ്ണടക്കുള്ളിലെ കണ്ണുകളിൽ ആളിക്കത്തി. അയാൾ വീണ്ടും തോക്കുയർത്തി. എന്നാൽ ഇത്തവണ ഹരി വേഗത്തിലായിരുന്നു. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഗൺ പുറത്തെടുത്ത് മത്തായിക്ക് നേരെ ചൂണ്ടി. ഒരു നിമിഷം മരണത്തിൻ്റെ തണുപ്പറിഞ്ഞെന്നോണം മത്തായി ഒന്ന് നിശ്ചലനായി. പിന്നെയൊന്നും ആലോചിച്ചില്ല. തൻ്റെ കയ്യിലിരുന്ന ഗൺ സ്വന്തം തലയിലേക്ക് ചേർത്ത് പിടിച്ച് അയാൾ ട്രിഗർ വലിച്ചു. മത്തായിയുടെ ശരീരം ഒരു മരം വെട്ടിയിട്ടതുപോലെ മണ്ണിലേക്ക് മറിഞ്ഞു വീണു. മരത്തിലിരുന്ന കാക്കകൾ കൂട്ടത്തോടെ പറന്നു പോയതോടെ ആ പ്രദേശം പെട്ടെന്ന് നിശബ്ദമായി. തുടരും. അങ്ങനെ ആ വലിയ ക്രൂരതയുടെ പടുമരം വീണിരിക്കുന്നു. ഇനി അങ്ങോട്ട് നല്ല കാലം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വരും പാർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കണം കേട്ടോ. താങ്ക് യു.